ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാതിരിക്കുക. ഒരു കാലത്ത് മലയാളിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നാൽ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ തീന്മേശകളിൽ അടക്കി വാണിരുന്ന അരിയുടെയും ചോറിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞുവെന്നാണ്. കേരള സ്ഥിതിവിവര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മലയാളികളുടെ അരി ഉപയോഗം പകുതിയായി കുറഞ്ഞിരിക്കുന്നു. പൊണ്ണത്തടിയും ജീവിതശൈലി രോഗങ്ങളും കൂടുന്നു എന്ന ചിന്തയുള്ളവരാണ് ചോറിനോട് ഗുഡ് ബൈ പറഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് അരി ഉപയോഗം 50% കുറഞ്ഞുവെന്ന് അരിമിൽ ഉടമകളും പറയുന്നു. ചോറിനും അരി വിഭവങ്ങൾക്കും ബദലായി ഗോതമ്പിലേക്ക് നിരവധി പേർ തിരിഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അരിയുടെ ഉപയോഗത്തെ അപേക്ഷിച്ച് ഗോതമ്പ് ഉപയോഗിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ സഹായകരമാണെന്നതാണ് ഇതിന് പിന്നിലെ കാരണം. പ്രമേഹ രോഗികളുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കാം. കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഗ്രാമങ്ങളിൽ പ്രതിമാസം ഒരാൾ ഉപയോഗിക്കുന്ന അരിയുടെ അളവ് 2011-12 കാലത്ത് 7.39 കിലോഗ്രാം ആയിരുന്നു. 2022-23 കാലമായപ്പോഴേക്കും 5.82 കിലോഗ്രാമായി കുറഞ്ഞിരിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ ഇത് 6.76 കിലോഗ്രാമിൽ നിന്ന് 5.25 കിലോഗ്രാമായി കുറഞ്ഞു. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അരിയുടെ ഉപയോഗം കേരളത്തിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. കോവിഡ് കാലത്തിന് ശേഷം മലയാളികൾ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗരൂകരാണ്. വ്യായാമം ചെയ്യുന്നവരുടെ എണ്ണം കൂടി, കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറിയും പ്രോട്ടീനും അളന്നു കുറിച്ച് കഴിക്കുന്നവരുമുണ്ട്. എന്നാൽ അരിയോടുള്ള പ്രിയം കുറയുന്നത് അല്പം ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. കാരണം അരിയെ ഒഴിവാക്കിയ ചിലരെല്ലാം വയറ് നിറയ്ക്കുന്നത് ജങ്ക് ഫുഡ് കൊണ്ടാണ്. ഉച്ചഭക്ഷണത്തിന് ചോറിന് പകരം ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ചെറുപ്പക്കാർക്കിടയിലാണ് ഈ ശീലം കൂടുതലായി കണ്ടുവരുന്നത്. ആളുകൾ അരിയുടെ ഉപയോഗം കുറച്ചെങ്കിലും ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നില്ല എന്നത് ഗൗരവമായി കാണേണ്ട വസ്തുതയാണ്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളുടെ ഉപയോഗം മലയാളികൾക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കേരളത്തിൽ പൊണ്ണത്തടി വർദ്ധിക്കുന്നതും ആശങ്കാജനകമാണ്.